ഹേയ് വോക്സ് വെൽക്കം. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ മനസ്സ് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നല്ലേ. പലപ്പോഴും നമ്മൾ ഈ ഒരു ആഗ്രഹം കൊണ്ട് പല ആൾക്കാരെയും സമീപിക്കാറുണ്ട്. ഇയാൾക്ക് ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ, അല്ലെങ്കിൽ ഇയാൾ എന്താണ് ചിന്തിക്കുന്നത്, ഇയാൾ കള്ളം പറയുകയാണോ, അങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇതുകൊണ്ട് തന്നെ വളരെ പ്രചാരത്തിൽ വന്ന ഒരു കലാരൂപമാണ് മെന്റലിസം എന്നുള്ളത്. പക്ഷേ പലരും തിരിച്ചറിഞ്ഞു മെന്റലിസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമല്ല, മനസ്സ് വായിക്കുന്നത് പോലുള്ള എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു കലാരൂപം മാത്രം ആണ് എന്നുള്ളത്. പക്ഷെ അവിടെ നമ്മൾ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് കണ്ടെത്താനോ സാധിക്കുമോ? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നിങ്ങൾക്ക്. ഒരു പരിധി വരെ നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പല വ്യക്തികളുടെയും മനസ്സിലിരിപ്പ് അറിയാൻ സാധിക്കും. പക്ഷേ ഇതിന് പ്രാക്ടീസ് അത്യാവശ്യമാണ്, കോൺസെൻട്രേഷൻ അത്യാവശ്യമാണ്, ഒബ്സർവേഷൻ അത്യാവശ്യമാണ്, മെമ്മറി റീകോളിംഗ് അത്യാവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീകോഡ് ചെയ്യുന്ന മെത്തേഡുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് സോഷ്യൽ മീഡിയാസിൽ യൂട്യൂബിൽ കുറച്ച് മുൻപ് വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു വീഡിയോ സീരീസ് തന്നെ ഉണ്ടായിരുന്നു. ഒരാള് ആക്ടേഴ്സിന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ട് അത് ഡീകോഡ് ചെയ്യുന്നു. വലത്തോട്ട് നോക്കിയാൽ അത്, ഇടത്തോട്ട് നോക്കിയാൽ ഇത് എന്ന് പറയുന്ന രീതിയിൽ. പക്ഷേ അതിൽ പറയുന്നതും ഞാൻ പറയുന്നതും ഒക്കെ ആയിട്ട് ചെറിയ ബന്ധം തോന്നുമെങ്കിലും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം നോട്ട് ഗോണ ക്ലെയിം ദാറ്റ്. ഞാൻ ആ പറയുന്ന സാധനം അങ്ങനെ തന്നെയാണ് എന്ന് ക്ലെയിം ചെയ്യാൻ ഞാൻ പോകുന്നില്ല. സൈക്കോളജി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ മാറാനുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ എല്ലാവർക്കും ഒരേപോലെ വരണമെന്നില്ല. മെജോറിറ്റി ആൾക്കാർക്കും ഇങ്ങനെയാണ് എന്ന് നമുക്ക് വേണേൽ പറയാം. സൈക്കോളജി പ്രകാരം ഒരാളുടെ കവളത്തടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾക്ക് സങ്കടം വരും അല്ലെങ്കിൽ ദേഷ്യം വരും എന്നാണെങ്കിൽ അത് വരാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന ഏതൊരു കാര്യവും. ഇപ്പൊ നമ്മൾ സയന്റിഫിക്കലി അല്ല എന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ഒക്കെ ഒരു കാൽക്കുലേഷൻ വെച്ച് ചെയ്യുന്ന, അതായത് ലാപ്ടോപ്പിൽ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ അത് വരും എന്നുള്ള പോലുള്ള റിസൾട്ട് അല്ല ഒരിക്കലും ഹ്യൂമനിൽ നമുക്ക് കാണാൻ കഴിയുക. ഇത് ഡിഫറെന്റ് ആണ് അല്ലെ, പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. മൈക്രോ എക്സ്പ്രഷനും ഉണ്ട്, സാധാരണ എക്സ്പ്രഷനും ഉണ്ട്. മൈക്രോ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ പണ്ട് ഇങ്ങനെ നോക്കുന്ന സാധനങ്ങൾ എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? മൈക്രോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തതാണ് മൈക്രോ എക്സ്പ്രഷൻസ്. ഒരു ഹൈ ഡെഫിനിഷനുള്ള ക്യാമറയിൽ ഒരു വിഷ്വൽ നമ്മൾ എടുക്കുകയും ആ വിഷ്വൽ പിന്നീട് ഒരു സെക്കൻഡിന് 2000 ആയിട്ടൊക്കെ കീറി മുറുക്കുകയും ചെയ്ത് അതിൽ ഓരോ വിഷ്വലും ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിയുടെ മൈക്രോ എക്സ്പ്രഷനെ കിട്ടാൻ സാധിക്കുക. പക്ഷേ ഇവിടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൈക്രോ എക്സ്പ്രഷനിൽ നിന്നും സെക്കൻഡറി ആയിട്ട് നിൽക്കുന്ന കുറച്ചുകൂടെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻറ്റുമാണ്. ഒന്നാമത്തത് കണ്ണാണ്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കാനും ചിന്തകളെ മനസ്സിലാക്കാനും പറ്റുന്നത് കണ്ണും ചുണ്ടും പുരികവും ഒക്കെ തന്നെയാണ് അല്ലെ. അപ്പോൾ കണ്ണാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഒരാള് മുകളിലേക്ക് നോക്കുമ്പോൾ, വലത്തോട്ട് നോക്കുമ്പോൾ, ഇടത്തോട്ട് നോക്കുമ്പോൾ, താഴോട്ട് നോക്കുമ്പോൾ ഈ സമയത്തൊക്കെ അയാൾ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്, എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഒരാൾ കളവ് പറയുന്ന സമയത്ത് ഇയാളുടെ ഇവിടെ, അതായത് ചെറിയ കോശങ്ങളുള്ള ഭാഗത്ത്, മൃദു കോശങ്ങളുള്ള ഭാഗത്ത് ചെറിയൊരു ഇക്കിളി പോലുള്ള ഒരു അലോസരം അനുഭവപ്പെടും എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കള്ളം പറയുന്ന സമയത്ത് ചെറിയ ചെറിയ കോശങ്ങൾ, മൃദുകോശങ്ങൾ, അലോസരങ്ങൾ അനുഭവപ്പെടും. ഇവിടെയാണെങ്കിലും ഓക്കെ, മൂക്കിന്റെ തുമ്പത്താണെങ്കിലും ഓക്കെ, അതുപോലെ കഴുത്തിന്റെ ബാക്കിൽ, അങ്ങനെയുള്ള ചില ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഒരു ചൊറിച്ചിൽ പോലെ ഫീൽ ചെയ്യും. ഇത് അവർ ചൊറിഞ്ഞ് പെട്ടെന്ന് അവർ പോലും അറിയാതെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇവര് കള്ളമാണ് ഇപ്പൊ പറയുന്നതെന്നുള്ളത്. അതായത് കള്ളം പറയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ മൂക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും കളവ് പറയുന്ന സമയത്ത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ട് സാഹചര്യത്തിൽ ഒരാൾ ചെയ്യും. ഒന്ന് കളവ് പറയുമ്പോഴും, രണ്ട് യഥാർത്ഥത്തിൽ ഇയാൾക്ക് അവിടെ ചൊറി വരുമ്പോഴും ഇയാൾ അത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ വ്യക്തി കളവ് പറഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ചൊറിഞ്ഞിട്ടാണോ എന്നുള്ളത്? ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ടൈം കാണുന്നത് മൂലം ഇയാൾ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇയാൾ കളവാണോ പറയുന്നത് എന്ന് ഡീകോഡ് ചെയ്യാൻ കഴിയില്ല.
ഇയാളെ നമ്മൾ നിരന്തരം നോക്കുക. സ്ഥിരമായിട്ട് ഈ സാഹചര്യങ്ങളിൽ, അതായത് ഇയാൾ കളവാണ് പറയുന്നത് എന്ന് ഉറപ്പ് വരുന്ന സാഹചര്യങ്ങളിൽ ഇയാളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് എന്ന് നമ്മൾ നിരീക്ഷിക്കാം. നമുക്കറിയാം നമ്മുടെ അമ്മമാര് കുട്ടികൾ കളവ് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലിയ ബോഡി ലാംഗ്വേജ് എക്സ്പേർട്ട് ആയിട്ടൊന്നും അല്ല. അവര് എപ്പോഴും കുട്ടി കളവ് പറയുമ്പോൾ ഇതുപോലെയാണ് നിൽക്കാറ് എന്ന് അമ്മക്കറിയാം. ചില കാര്യങ്ങൾ കുട്ടി ചെയ്തു കഴിഞ്ഞാൽ അമ്മ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിക്കുന്ന അമ്മ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. ഈ സമയങ്ങളിൽ കുട്ടി കളവ് പറയുകയാണെന്നുള്ളത് അമ്മക്ക് ഓൾറെഡി അറിയാം. അപ്പൊ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി വെച്ച അമ്മ പിന്നീട് ഈ കുട്ടി എന്തെങ്കിലും പറയുമ്പോൾ അന്ന് കള്ളം പറഞ്ഞ ബോഡി ലാംഗ്വേജിലേക്ക് അത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കളവാണ് എന്ന് തീരുമാനിക്കുന്നു. ഇതുപോലെ നമുക്കൊരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടെത്തുകയും ഒരുപാട് കാര്യങ്ങൾ, അതായത് ബോഡി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങി വരുന്നുണ്ടെങ്കിൽ, ഒരു 10 7 പൊരുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവർ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറയില്ല, അതുപോലെ ഒരു 10 7 കാര്യമൊക്കെ ഒത്തിണങ്ങി വരുന്നുണ്ട്, 10 7 കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇയാൾ പറയുന്നത് കള്ളമാണെന്നുള്ളത്. അതായത് കള്ളം പറയുന്ന ആൾ ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഉണ്ട്. ഇതിൽ 7 അയാൾക്ക് ഒരുമിച്ച് വരികയാണെന്ന് നമുക്ക് പറയാം ഇയാൾ കളവാണ് പറയുന്നത് എന്നുള്ളത്. രണ്ടാമത്തേത്, ഇയാൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചേഷ്ടകളെ നോക്കി ഒബ്സർവ് ചെയ്ത് വെച്ച് ഇയാൾ പിന്നീട് കള്ളം പറയുമ്പോൾ ഏത് ചേഷ്ടയാണ് ഇയാൾ രൂപപ്പെടുന്നത് എന്നുള്ള ചിന്തയിലൂടെ, എന്നുള്ള ഒബ്സർവേഷനിലൂടെ, എന്നുള്ള ഡീറ്റെയിലിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ കള്ളമാണ് പറയുന്നത് എന്നുള്ളത്. അടുത്തത്, പല വ്യക്തികൾക്കും ഒരേപോലെ ആവാനുള്ള ഒരു സാധ്യതയാണ്. ഇങ്ങനെ കണ്ണിങ്ങനെ മുകളിലേക്ക്, നേരെ മുകളിലേക്ക് എന്തോ ചിന്തിക്കുമ്പോൾ മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവര് എന്തോ സ്മെല്ലാണ് ചിന്തിക്കുന്നത് എന്നാണ് അർത്ഥം. കണ്ണ് നേരെ മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ ഡയറക്റ്റ്ലി മുകളിലേക്ക്, വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നുമല്ല, അത് ഡയറക്റ്റ്ലി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മജോറിറ്റി ആൾക്കാരും ചിന്തിക്കുന്നത് ഒരു സ്മെല്ലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് അപ്പർ റൈറ്റ് ആണ്. അതായത് നമ്മുടെ വലതുഭാഗത്ത് മുകളിൽ 2 ഉണ്ട് കേട്ടോ. വലതുഭാഗത്ത് ഇങ്ങനെയും കാഴ്ചയുണ്ട്, വലതുഭാഗത്ത് ഇങ്ങനെയും കാഴ്ചയുണ്ട്, വലതുഭാഗത്ത് നേരെയുണ്ട്, 3 കാഴ്ചയുണ്ട്. ഇതിൽ അപ്പർ റൈറ്റ് ആണ്. അപ്പർ റൈറ്റ്, മുകളിലുള്ള റൈറ്റ്. ഈ രീതിയിൽ കൃഷ്ണമണി അവരുടെ മുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ, റൈറ്റിൽ മുകളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ദേ ആർ കൺസ്ട്രക്ടിങ് സംതിങ്. അവർ എന്തോ കൺസ്ട്രക്ട് ചെയ്യാണ്, എന്തോ ഇമാജിൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണ്, പുതിയൊരു കഥ കെട്ടിപ്പടുക്കുകയാണ്, ഒരു കുക്കിഡപ്പ് ആയിട്ടുള്ള സ്റ്റോറി അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്പർ റൈറ്റിലേക്ക് നോക്കുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജ് പറയുന്നത്. ഇത് ചിലപ്പോൾ ഇടങ്കയ്യനാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇയാള് ഇമാജിനറി ആയിട്ട് 1-2 കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക. നിങ്ങൾ ഇതൊന്ന് ഇമാജിൻ ചെയ്തേ എന്ന് പറയുമ്പോൾ അവർ ഏത് ഭാഗത്തേക്കാണ് നോക്കുന്നത് എന്ന് ഫോക്കസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. വേണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ സ്ലോ മോഷനിലാക്കി കണ്ടുനോക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പർ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ സ്ട്രെയിറ്റ് റൈറ്റിലേക്കാണ് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർ വലത്തോട്ടേക്ക് നോക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വലത്തോട്ടേക്ക് നോക്കുന്ന സമയങ്ങളിൽ അയാൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇയാൾ വലത്തോട്ടേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ ലെഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ്, അപ്പർ ലെഫ്റ്റിലേക്കാണ് ഇയാളുടെ കാഴ്ച പോകുന്നതെങ്കിൽ ഇയാളുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള എന്തോ ഒരു മെമ്മറി, എക്സ്റ്റേണലോ ഇന്റേണലോ ആയിട്ടുള്ള എന്തോ ഒരു മെമ്മറിയെ ഇയാൾ റീകളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് സത്യമായിരിക്കും പറയുന്നത്, ഈ ഉള്ളിലുള്ള ഓൾറെഡി മനസ്സിലുള്ള ആ ഒരു കാര്യത്തെ പുറത്തെടുത്ത് ചിന്തിച്ച് പറയാണ്. നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ, ഇപ്പോൾ സിനിമക്ക് പോയൊരുത്തൻ കള്ളം പറയാൻ നോക്കുകയാണെങ്കിൽ വലത്തോട്ടേക്ക് നോക്കിയിട്ടായിരിക്കും പറയാം. ഓക്കെ, അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണെന്ന് വലത്തോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ടാവും. ചിലപ്പോൾ ഉള്ള കഥ തന്നെ അവൻ പറയാണ്. സിനിമക്ക് പോയതാണുമ്പോൾ ഞാനിങ്ങനെ പുലിമുരുകന് പോയി അത് കാണുകയാണ്, ഇത് കാണുകയാണ് എന്നുള്ള ഓരോ സീൻസ് ഇങ്ങനെ എടുത്തിട്ട് റീകളക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവർ അപ്പർ ലെഫ്റ്റിലേക്കാണ് നോക്കുന്നത് എന്നാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സീരീസ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ സീരീസ് തുടർന്ന് കാണണം എന്ന് താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ താഴെ സീരീസ് എന്ന് കമന്റ് ചെയ്യുക. സീരീസ് എന്ന് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ, കുറച്ചധികം കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തുടർച്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബോഡി ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത് ഈ യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആയിട്ട് ഇതൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് പലരിലും പ്രാക്ടീസ് ചെയ്തതിനു ശേഷം മാത്രം ഒരു നിഗമനത്തിലേക്ക് എത്തുക. ചിലപ്പോൾ നിഗമനങ്ങൾ ശരിയാവണമെന്നില്ല, സൈക്കോളജിയാണ്, ഡിഫറെൻ്റ് ആയിട്ട് ഓരോരുത്തർക്കും വരാം. അപ്പോൾ താങ്ക് യു, ബൈ.